നാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കയിൽ ഹല്ലേലൂയ സ്തോത്രം, പരിശുദ്ധാത്മാവിൻ്റെ ഏറിയ ശക്തിയും ആത്മാവിൻ്റെ ഐക്യതയും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിമിഷങ്ങൾക്കുള്ളിൽ ഉത്ബോധിപ്പിച്ചതായ അല്ലെങ്കിൽ എന്നെ ഹല്ലേലൂയ പ്രേരിപ്പിച്ചതായ ചില ഹല്ലേലൂയ ദൈവവചന വേദഭാഗങ്ങൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ എസെക്കിയേൽ പ്രവചനത്തിൽ 37-ാം അധ്യായം അതുപോലെ 47-ാം അധ്യായത്തിലൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവ്, ഉൽപ്പത്തി പുസ്തകം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, പുതിയ നിയമസഭയ്ക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആല്യ ശക്തിയോടെ ഇറങ്ങി വന്ന് ദൈവം നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായും ശക്തിക്കായും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. പകൽക്കാലം ആദിമ സഭ പെന്തക്കോസ്ത് സഭയുടേതായ ആരംഭം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെയാണെന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളോടും പ്രവർത്തികളോടും കൂടെയാണ്. അതാണ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്. നമുക്ക് പറയാൻ കഴിയും അപ്പോസ്തല പ്രവർത്തികൾ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളാണ്. ഇന്ന് പകൽക്കാലം അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ ദൈവത്തിന്റെ സഭയുടെ പ്രവർത്തനത്തിൽ മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളും എടുത്ത് വായിച്ച് ഞാൻ സംസാരിപ്പിക്കാൻ തക്കോണം അല്ലെങ്കിൽ കൂടുതലായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. വർഷങ്ങളായി 35ഓളം വർഷങ്ങളായി ഞങ്ങൾ പഞ്ചാബികളുടെ ഇടയിൽ പഞ്ചാബി ഹിന്ദി ഭാഷയിൽ പ്രവർത്തിക്കുകയും ആരാധിക്കുകയും ദൈവവചനം സുവിശേഷം മറ്റ് പഞ്ചാബ്, ജമ്മു കാശ്മീർ, അതുപോലെ ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശങ്ങളിൽ മറ്റ് നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളിലും കടന്നുപോയും അറിയിക്കുവാൻ തക്കോണം ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു മലയാളം ആരാധനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ഒരു സാഹചര്യമോ ഞങ്ങൾക്കില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം സ്വന്തം ഭാഷയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സ്തോതി കോൺഫറൻസിനെ അതിസംബോധന ചെയ്യുവാൻ ചില ദൈവവചന ഭാഗങ്ങളിൽ കൂടെ ദൈവം തരുന്ന ആത്മാവിൻ്റെ ആലോചന അറിയിപ്പാൻ ദൈവസഹായത്തിനായി സ്തോത്രം ചെയ്യുന്നു. 37-ാം അധ്യായം എസെക്കിയേൽ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ഹല്ലേലൂയ ശക്തിയാൽ പഴയ നിയമത്തിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, ആദിയും അന്ത്യനുമായ കർത്താവ്, സ്തോത്രം, അൽഫയും ഒമേഗയുമായ കർത്താവ്, ആലോചനയും വലിയവനും പ്രവൃത്തി ശക്തനുമായ കർത്താവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം സാന്നിധ്യത്താലും നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവായിരിക്കുക. സ്തോത്രം ചെയ്യുവാൻ കഴിയും. ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. എവിടേക്കാണ് പുറപ്പെടുവിച്ചത്? ഏത് സാഹചര്യമാണ് നാം കാണുവാൻ കഴിയും? നാം അകപ്പെട്ടിരിക്കുന്ന സാഹചര്യം എല്ലാ നിലകളിലും രാഷ്ട്രീയ ലോകപരമായി അല്ലെങ്കിൽ ആത്മീയ മണ്ഡലത്തിലും ഒക്കെയും ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ക്രിസ്തീയ ഗോളവും ലോകവും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നാം ആയിരിക്കുന്ന ഈ അവസ്ഥ അതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മിൽ കൂടെ വലിയവ ചെയ്യുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ സ്തോത്രം വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ കരം നമ്മെ നടത്തുന്നു. നമ്മെ ഹല്ലേലൂയ ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. അത് ഒരു പക്ഷെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നാം ചിന്തിക്കുന്നതിന് വിപരീതമായ അവസ്ഥയിൽ കൂടെ ഇന്ന് ഈ സമയങ്ങളിൽ ഈ നാളുകളിൽ കടന്നു പോകുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യുദ്ധങ്ങൾ അല്ലെങ്കിൽ ലോകപരമായ അവസ്ഥ സമാധാനമില്ലാത്തൊരവസ്ഥയായിരിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആത്മീയ ഗോളത്തിലും ഒരു പക്ഷെങ്കിൽ നാം പലവിധമായ പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് പറയുവാനുള്ളത് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നാം ഒറ്റപ്പെട്ടു പോകുന്നവരല്ല. നമ്മെ ഒരു നാളും ദൈവം അനാഥരായി വിടുന്ന കർത്താവല്ല.
നമ്മെ നിരുത്സാഹത്തിലോ നിരാശയിലോ ആയിരിക്കാൻ അനുവദിക്കുന്ന കർത്താവല്ല. നാം ഇന്ന് പകൽക്കാലം ആയിരിക്കുന്ന ഈ തലമുറയിൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ കോൺഫറൻസിൽ ദൈവത്തിന്റെ കരമാണ് നമ്മെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മെ ജീവനോട് പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയണം. സ്തോത്രം. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. എവിടേക്കാണ് പുറപ്പെടുവിച്ചത്? സ്തോത്രം. താഴ്വരയുടെ നടുവിൽ നിർത്തി. സ്തോത്രം. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടെ ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. സ്തോത്രം. ആമേൻ. നമ്മൾ ആരും ആഗ്രഹിക്കാത്ത ഒരു അവസ്ഥയാണ്. സ്തോത്രം. ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. സ്തോത്രം. ഇതെന്തിനാണ് ഈ ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഈ ദർശനം സ്തോത്രം ഇവിടെ എസെക്കിയേൽ പ്രവാചകനിൽ കൂടെ ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്? സ്തോത്രം. നാം ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് ദൈവത്തിന് ഇന്ന് പകൽക്കാലം ഒരു വലിയ വ്യത്യാസം വരുത്തുവാൻ കഴിയും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ആത്മാവിന്റെ ശക്തി എൻ്റെ മേൽ വരണമേ. സ്തോത്രം. അത് പുതിയ നിയമ ശുശ്രൂഷയ്ക്കായി ദൈവം നമ്മെ ശക്തമായി ഉപയോഗിക്കുവാൻ കഴിയും. സ്തോത്രം. എന്നാൽ പഴയ നിയമ സ്തോത്രം സഭ അല്ലെങ്കിൽ അതുപോലെ തന്നെ പുതിയ നിയമ സഭയിലും സ്തോത്രം പലപ്പോഴും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ, കുടുംബ ജീവിതങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക മണ്ഡലങ്ങളിൽ സ്തോത്രം പലപ്പോഴും സ്തോത്രം ഉണങ്ങിയ അവസ്ഥകള്, നിരാശയുടെ അവസ്ഥകള്, ഞെരുങ്ങുന്ന അവസ്ഥകള്, നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. നമ്മിലൂടെ നമ്മുടെ സമൂഹത്തിൽ ദൈവത്തിന് വലിയവ ചെയ്യുവാൻ കഴിയും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ കോൺഫറൻസിന്റെ സ്തോത്രം 3 ദിനങ്ങള് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ കരം എന്നോട് കൂടെ ഇരുന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ മേൽ ഇറങ്ങി വന്ന് സ്തോത്രം എന്നെ ഒന്ന് ഒരു തീജാലയായി ഒന്ന് മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കണ്ണീരോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കുടുംബ ജീവിതങ്ങളിലെ സഭാ മണ്ഡലങ്ങളിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസീദാസന്മാരെ, ദൈവസഭയെ ദൂരത്തും ചാരത്തും ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുവാൻ പോകുന്ന ഈ ദിവസത്തെ കോൺഫറൻസുകള് ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും അതിനെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദൈവജനങ്ങളോട്, ദൈവസഭയോട് ആഗോളപരമായി ഗ്ലോബൽ സ്തോത്രം യൂണിവേഴ്സലായിട്ട് ദൈവത്തിന് പറയുവാനുള്ളത് ഒരു സമയത്ത് ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറയുന്ന ഇസ്രായേൽ ജനം പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, അത് നിവർത്തിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം സ്തോത്രം ഉണങ്ങിയ അവസ്ഥയെ സ്തോത്രം മാറ്റി, സ്തോത്രം മരിച്ച അവസ്ഥയെ മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഒരു പുത്തൻ അനുഭവത്തിലേക്ക് ദൈവത്തിന് നമ്മെ നടത്തുവാൻ കഴിയും. സ്തോത്രം. ശവപ്പറമ്പിൽ നിന്ന് ഉണങ്ങിയ അസ്ഥി കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്നതായ ആ താഴ്വരയിൽ നിന്ന് നമുക്ക് സ്തോത്രം 47-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്തോത്രം എവിടേക്കാണ് കൊണ്ടുവന്നത്? ആലയത്തിന്റെ പടിവാതിൽക്കലേക്ക്, ആലയത്തിലേക്ക് ദൈവം സ്തോത്രം എസെക്കിയേലിനെ കൊണ്ടുവരികയുണ്ടായി. സ്തോത്രം. അവിടെ പറയുന്നു, അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. താഴോട്ട് ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല.
പ്രൈസ് ദി ലോർഡ്, അത് ആ വെള്ളം ഹല്ലേലൂയ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഹല്ലേലൂയ പുറപ്പെട്ടത് അത് ആലയത്തിലേക്ക് ഹല്ലേലൂയ ഫ്ലോ ചെയ്യുകയുണ്ടായി. ആ ആലയത്തിൽ ഹല്ലേലൂയ ആ വെള്ളം ഹല്ലേലൂയ നിറയുവാനിടയായി തീർന്നു. ആ നദിയിലൂടെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ തന്റെ ഭക്തനെ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കരം അതിൽ നടത്തുകയുണ്ടായി. സ്തോത്രം അത് നടന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. വെള്ളം ആമേൻ 4-ാം വാക്യത്തിൽ 47-ാം അധ്യായത്തിൽ ആമേൻ സ്തോത്രം വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും ആമേൻ ആമേൻ പിന്നെയും കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. അത് എനിക്ക് കടക്കുവാൻ വയ്യാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ ആമേൻ കടക്കുവാൻ വയ്യാത്ത ഒരു നദിയായി തീർന്നു. സ്തോത്രം. കഴിഞ്ഞ ഹല്ലേലൂയ 2 ആഴ്ച മുമ്പ് ഈ കോൺഫറൻസിനോടനുബന്ധിച്ചുള്ള ആമേൻ സൂം മീറ്റിംഗിൽ അല്പനിമിഷങ്ങള് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് ഹല്ലേലൂയ ഇട തന്നു. അതിന്റെ പ്രിയ ഹല്ലേലൂയ ലീഡേഴ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പുതിയ നിയമസഭയിലും നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. പ്രതികൂലങ്ങള് ബുദ്ധിമുട്ടുകൾ വന്നു. പത്രോസിനെയും യോഹന്നാനെയും അതിൽ പെന്തക്കോസ്തിന്റെ ഹല്ലേലൂയ ശക്തിയിൽ നിന്ന്, പെന്തക്കോസ്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാന് ഹല്ലേലൂയ അന്നുണ്ടായ ശക്തികള് ഹല്ലേലൂയ സ്തോത്രം ആമേൻ 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 വളരെയധികം ശക്തമായി ശ്രമിച്ചു. ഒരു രാത്രി മുഴുവനും അവരെ അതിൽ തടവിൽ പിടിച്ചു വെച്ചു. എന്നിട്ട് ആമേൻ രാവിലെ പ്രഭാതത്തിൽ അവരെ പറഞ്ഞയച്ചു, വിട്ടയച്ചു. എന്നിട്ട് അതിൽ വളരെ നിരാശയിലും പരിഭ്രാന്തിയിലും മാനുഷികമായ പത്രോസും യോഹന്നാനും തന്നോട് കൂടെ ഉണ്ടായിരുന്ന അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ കൂട്ടത്തോട് ഹല്ലേലൂയ സ്തോത്രം ഈ വിഷയങ്ങളൊക്കെ അറിയിച്ചപ്പോൾ എല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് ദൈവത്തോട് നിലവിളിച്ചു. സ്തോത്രം. അവരുടെ പ്രാർത്ഥന നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഹല്ലേലൂയ ആമേൻ പ്രാർത്ഥിച്ച് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ അവർ കൂടിയിരുന്ന ആ സ്ഥലം ഹല്ലേലൂയ കുലുങ്ങി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു ദൈവത്തെ സ്തുതിച്ചു. അപ്പോസ്തലന്മാർക്ക് ദൈവത്തിന്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ തക്കോണം ദൈവം ധാരാളം ദൈവത്തിന്റെ കൃപ ചൊരിഞ്ഞു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവരുടെ അങ്ങനെ ദൈവം അപ്പോസ്തലന്മാരെ ആദിമ സഭയെ ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ ഉപയോഗിച്ചു. ഹല്ലേലൂയ വിടുവിച്ച് ദൈവത്തിന് വേണ്ടി കർത്താവിന്റെ നാമത്തിന്റെ വ്യാപ്തിക്കായി, രാജ്യത്തിന്റെ വ്യാപ്തിക്കായി, ദൈവസഭയുടെ ഹല്ലേലൂയ വർദ്ധനവിനായി ദൈവം ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഇത് പകൽക്കാലം പ്രിയപ്പെട്ടവരെ സ്തോത്രം. ഗലാത്യ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാൻ കഴിയും ആത്മാവിന്റെ ഫലങ്ങള്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. മാത്രമല്ല ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഹല്ലേലൂയ സൗമ്യത, ഇന്ദ്രിയം എന്നീ ഫലങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഞാൻ ഗലാത്യ ലേഖനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ജസ്റ്റ് വിതിൻ ഫ്യൂ മിനിറ്റ്സ് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. എന്നിട്ട് ഞാൻ ലഭിച്ച സമയത്തിനുള്ളിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവമാണ് വിളിച്ചു വേർതിരിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. ഗലാത്യ ലേഖനം ആമേൻ ആമേൻ 6 കാര്യങ്ങള് ഗലാത്യ സഭയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ഹല്ലേലൂയ അറിയിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്, ഡോണ്ട് ലീവ് ഫോർ ദ അപ്രൂവൽ ഓഫ് others. Praise God. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ തക്കണമല്ല നാം ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്നു 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല. ഇന്ന് പകൽക്കാലം സ്തോത്രം അവൻ എൻ്റെ മോളിൽ ഭാഗത്ത് എഴുതിയിരിക്കുന്നു, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സഹോദരന്മാരും എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ആമേൻ. പിതാവായ ദൈവം ഹല്ലേലൂയ പുത്രനായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അത് ഏത് ശക്തിയാണ്?
അതാണ് ദൈവവചനത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മളുടെ മർത്യ ശരീരങ്ങളെയും ക്രിസ്തുവിൽ അവൻ ഹല്ലേലൂയ സ്തോത്രം എന്താണ് ഉയർപ്പിക്കും, ക്രിസ്തുവിൽ ജീവിപ്പിക്കും. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ ശബ്ദത്തിലല്ല, ഹല്ലേലൂയ അത് ദൈവശക്തിയുടെ പ്രദർശനമാണ്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, പഞ്ചാബിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും, അനേക പ്രതികൂലങ്ങൾ കടന്നു വന്ന സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. അനേക ഹല്ലേലൂയ എതിർപ്പുകൾ കൊന്നുകളയും, ഹല്ലേലൂയ രക്തക്കുളവാക്കി തീർക്കും, സ്ട്രീറ്റ് ഹല്ലേലൂയ ഏറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്ദർഭങ്ങളിൽ 1990s തൊട്ട് ഇന്ന് വരെ ഹല്ലേലൂയ പലവിധമായ ചലഞ്ചസ്, അതുപോലെ തന്നെ ഭൂതബാധിതരെ പിശാചിക ശക്തിയാൽ അടിമപ്പെട്ടവരെയൊക്കെയും രാത്രിയിലും പകലും ഒക്കെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുന്ന അനുഭവങ്ങൾ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ അറിയത്തില്ലായിരുന്നു. എന്നാൽ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഭൂതങ്ങൾ തെറിച്ച് വീണ് അല്യ വിടുതൽ പ്രാപിച്ച് ജനങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നു. അനേക രോഗികൾ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളെ കാലുകുത്തിക്കത്തില്ലെന്ന് പറഞ്ഞ ഏറിയ ഇന്ന് ആ സ്ട്രീറ്റുകൾ, സറൗണ്ടിങ് സ്ട്രീറ്റുകൾ നമ്മുടെ ചർച്ചിനെ സെർവ് ചെയ്യുന്നു. ഞങ്ങളെ വളരെയധികം നമ്മെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ മാനുഷിക ശക്തിയാലോ മാനുഷിക വാക്കുകളാലോ അതിൽ ചെയ്യുവാൻ കഴിയാത്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്നും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുവാനാണ് ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എന്നെ പ്രബോധിപ്പിക്കുന്നത്. സ്തോത്രം. You are not defined by your past. നമ്മുടെ പഴയ കാലങ്ങളെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ നാം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് നാമല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ ഹല്ലേലൂയ സ്തോത്രം സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. Let it be the mind of Christ in you. ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ ആത്മാവ്, അതാണ് ദൈവത്തിന്റെ ആത്മാവ്. സ്തോത്രം. അത് ഹല്ലേലൂയ ജീവിപ്പിക്കുന്ന ആത്മാവാണ്. അത് സ്തോത്രം മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ആത്മാവാണ്. ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്ന ആത്മാവാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങയുടെ കരം എൻ്റെ ശിരസിന്മേൽ ഹല്ലേലൂയ എപ്പോഴും ഉണ്ടായിരിക്കണമേ. എന്നെ ഒന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ. സ്തോത്രം. എന്നെ അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കണമേ. മൂന്നാമതായി നമുക്ക് കാണുവാൻ കഴിയും, യുവർ വർത്തീസ് ഇൻ ക്രൈസ്റ്റ്. നമ്മുടെ വില, നോട്ട് അവർ പൊസിഷൻ ഓർ ജോബ് ഓർ എഡ്യൂക്കേഷൻ ഓർ അവർ എനിത്തിങ് ഇൻ അവർ ലൈഫ്. അത് ഞാൻ ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. സ്തോത്രം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. നമ്മെ തൊടുന്നവർ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്. എൻ്റെ കറുപ്രാവിനെ ഞാൻ ദുഷ്ടമൃഗത്തിൽ ഏൽപ്പിക്കുകയില്ല. അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ കരം നമ്മെ കാത്തുകൊള്ളുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ബലമില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയാൽ ഹല്ലേലൂയ സ്തോത്രം. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു. ഇന്ന് പകൽക്കാലം ഈവനിങ് സെഷനിൽ ഏതുവിധ രോഗത്താലോ ഭാരത്താലോ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് ഹല്ലേലൂയ പ്രൈസ് ഗോഡ് എഗനിസ്റ്റ് പവർ നമുക്ക് ഹല്ലേലൂയ നമ്മൾക്ക് സഹിക്കുവാൻ കഴിയാത്തതായ, നാം ആഗ്രഹിക്കാത്തതായ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നുവെങ്കിൽ, അങ്ങനെ ആയിരിക്കുന്ന അനേക ജീവിതങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം പ്രശ്നങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ സഭാ ഭരണ തലത്തില്, ഹല്ലേലൂയ ആമേൻ സ്തോത്രം, കുടുംബപരമായ ജീവിതത്തില്, ഹല്ലേലൂയ സാമൂഹിക ജീവിതത്തില് ദൈവത്തിന് നമ്മെ കൊണ്ട് വലിയവ ചെയ്യുവാൻ കഴിയും. സ്തോത്രം. നമ്മൾ പകൽക്കാലം കേട്ടു, നാം ആയിരുന്നാൽ മാത്രമേ മറ്റുള്ളവരെ നമ്മെ പോലെ ആക്കുവാൻ കഴിയുള്ളൂ. സ്തോത്രം. ആമേൻ. നമ്മുടെ വില ആ കഴുതയ്ക്ക് പറയാൻ കഴിയും. സ്തോത്രം. അതിൽ ഞാൻ ഒന്നുമില്ലായിരുന്നു, എന്നാൽ യേശു എൻ്റെ മേൽ കയറി, യേശു എന്നെ വിടുവിച്ചു. സ്തോത്രം. യേശു അയച്ച അഭിഷിക്തന്മാർ എന്നെ ഹല്ലേലൂയ യേശുവിൻ്റെ ശക്തിയാൽ അഴിച്ചു. സ്തോത്രം. ഇന്ന് ഞാൻ ഹല്ലേലൂയ ആയിരിക്കുന്നത്
നടക്കുന്ന വഴി ഇതെല്ലാം യേശുവിൻ്റെതാണ്, അങ്ങയുടെ കൃപയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാലാമതായി നമുക്ക് കാണുവാൻ കഴിയും, യു ആർ നോ ലോnger a slave. ഹല്ലേലൂയ. 4-7 വാക്യം, യു ആർ നൗ എ ചൈൽഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരേവനും ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന് ആമേൻ ആ ദൈവത്തിന്റെ വചനത്തിൽ വീണ്ടും കാണുന്നു. നാം ഹല്ലേലൂയ ദൈവത്തിന്റെ പുത്രന്മാരാണ്. നാം വാഗ്ദത്തത്തിന്റെ അവകാശികളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദീർഘവർഷങ്ങൾ അബ്രഹാം 25 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, നമ്മൾ കേട്ടു. മോസസ്, ഹല്ലേലൂയ, അബ്രഹാം, ആമേൻ, സ്തോത്രം. മെനി ഡേവിഡ്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം പ്രിപ്പറേറ്ററി, ഹല്ലേലൂയ, സ്തോത്രം, കോൺഫറൻസ് ആയി പകൽക്കാലം ദൈവസന്നിധി നമ്മളായിരുന്നു. ദൈവത്തിന് നമ്മളെ ഹല്ലേലൂയ ഉപയോഗിക്കാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ ഫീലിങ്ങോ ഇമോഷൻസോ ഹല്ലേലൂയ ഒക്കെയും ഹല്ലേലൂയ സ്തോത്രം നമ്മെ മുന്നോട്ട് വരുത്തുകയില്ല. എന്നാൽ നമ്മുടെ ഫീലിംഗ് അല്ലെങ്കിൽ അത് ഹോളി സ്പിരിറ്റ് ഫീലിംഗ് ആകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുതിക്കുന്ന ആ ശക്തി. അല്ലെങ്കിൽ യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, കുതിരയ്ക്കോ നീയോ ശക്തി കൊടുത്തത്, അതിന് നീയാണോ കുഞ്ചിരോമം അണിയിച്ചത്. സ്തോത്രം. അത് ഒന്നിനെയും കൂസാക്കുന്നില്ല, അത് പിൻവാങ്ങുന്നില്ല. വാളിന്റെ മൂർച്ചയോ വാളിന്റെ മിനുങ്ങിയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇത് ശബ്ദം ഒന്നും അത് കൂസാക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് വിച്ച് സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. അതിന്റെ അവസാനമായിട്ട് എഴുതിയിരിക്കുന്നു, നാം ക്ഷീണിച്ചു പോകാതെ ഹല്ലേലൂയ നാം തളരാതെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്താൽ അല്ലി വിതയ്ക്കുന്നുവെങ്കിൽ നാം തക്ക സമയത്ത് കൊയ്യും. സ്തോത്രം. നന്മ ചെയ്യുന്നതിൽ നാം തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നമ്മൾ കൊയ്യും. ഇന്ന് പകൽക്കാലം നമ്മൾ വിതയ്ക്കുകയാണ്. ഈ കോൺഫറൻസ് ഒരു വലിയൊരു വിതയാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ വലിയ അത്ഭുതത്തിന്റെ ഹല്ലേലൂയ സമൃദ്ധിയുടെ ഹല്ലേലൂയ നന്മകൾ നമ്മൾ കൊയ്യും. ദീർഘായുസ്സും ബലവും അനുഗ്രഹങ്ങളും നൽകും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ആത്മാവിനാൽ നമുക്ക് നിറയപ്പെടാം. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ആത്മമാരിയാൽ നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പാടാം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.